എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന 2022 മുതൽ 27 വരെയുള്ള 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള വികസന ചട്ടക്കൂടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. റോഡുകൾ, കുടിവെള്ളം, ഭവനം, കൃഷി, വിവിധ മേഖലകളിൽ ഇതിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന വാർഷിക പദ്ധതികളിലൂടെയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ഫണ്ടുകൾ വിനിയോഗിക്കുന്നത്. ഓരോ വർഷവും നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഗ്രാമസഭകൾ വഴി ജനങ്ങളുടെ ആവശ്യങ്ങളും ഗുണഭോക്തൃ പട്ടികയും തയ്യാറാക്കുന്നതിനാൽ ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നിരവധി പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നതും നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് വീടുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ്. വീട് നവീകരണത്തിനും പുതിയ വീടും ലഭിക്കുന്നത് പദ്ധതികളുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെയാണ് ഇപ്പോൾ പുതിയ വീട് ലഭിക്കുന്നത് എങ്കിൽ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് സഹായവും ലഭിക്കും. ചില സാഹചര്യത്തിൽ നിലവിലുള്ള വീടുകളുടെ അറ്റകുറ്റപ്പണിക്കും നവീകരണത്തിനും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സഹായം ലഭിക്കുന്നുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഭവനം ഇല്ലാത്തവർക്ക് വീട് നൽകുക എന്നതാണ്. എങ്കിലും മുമ്പ് ആരംഭിച്ച് പൂർത്തിയാക്കാൻ സാധിക്കാത്ത വീടുകൾ, താമസയോഗ്യമല്ലാത്ത വീടുകൾ എന്നിവയ്ക്കും മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കി ഈ പദ്ധതിയിൽ പരിഗണന ലഭിക്കുന്നുണ്ട്. വീടിന് ചെറിയ കേടുപാടുകൾ ഉള്ളതുകൊണ്ട് മാത്രം ലൈഫ് മിഷനിൽ നിന്നും തുക ലഭിക്കണം എന്നില്ല. നിങ്ങളുടെ പഞ്ചായത്തിൽ നിലവിലുള്ള ഭവന പദ്ധതി ഏതൊക്കെയാണ് എന്ന് അന്വേഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് മുൻഗണനാ വിഭാഗങ്ങൾക്കാണ്. അതായത് എല്ലാ അപേക്ഷകൾക്കും ഒരേപോലെ സഹായം ലഭിക്കില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പുറമെ ഇനി പറയുന്നവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അതായത് വിധവകൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ മാത്രം താമസിക്കുന്ന കുടുംബങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ, ഇത്തരം ആളുകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട രീതിയും ആവശ്യമായ രേഖകളും ഇനി പറയുന്നവയാണ്. നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഭവന നവീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വാർഡ് മെമ്പർ വഴിയോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിന്നോ അപേക്ഷാ ഫോം കൈപ്പറ്റുക. അതായത് കേരളത്തിൽ എല്ലായിടത്തും ഒരേപോലെയല്ല പദ്ധതി നടപ്പിലാകുന്നത്. അതായത് തദ്ദേശ സ്ഥാപനമാണ് ഓരോ പദ്ധതിയും ഏതൊക്കെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വർഷത്തിലും പദ്ധതികളിൽ മാറ്റം ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനം, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഈ സ്ഥലങ്ങളിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായവുമായി ബന്ധമുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് ഇടപെട്ടോ അന്വേഷിച്ചതിന് ശേഷം അപേക്ഷാ ഫോം കൈപ്പറ്റുക. അപേക്ഷ നൽകുന്നതോടൊപ്പം ഈ രേഖകൾ കൂടി വേണം. തിരിച്ചറിയൽ കാർഡിൻ്റെ രേഖ, അതായത് ID പ്രൂഫ് ഏതെങ്കിലും, വരുമാന സർട്ടിഫിക്കറ്റ്, അത് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നത്, ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ മാത്രം, അതുപോലെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന നികുതി രസീറ്റ് അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന മറ്റേതെങ്കിലും രേഖ, അതോടൊപ്പം അപേക്ഷകൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വീടിൻ്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എന്നിവയും ഈ അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ധനസഹായം ലഭിക്കില്ല. അപേക്ഷ ലഭിച്ച ശേഷം ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സ്ഥലപരിശോധന നടത്തി വീടിൻ്റെ അവസ്ഥയും അർഹതയും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ പല പഞ്ചായത്തുകളിലും ഇതിൻ്റെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അതിനാൽ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറെയോ പഞ്ചായത്തിൽ നേരിട്ടെത്തിയോ ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഗ്രാമസഭകൾ കഴിഞ്ഞിട്ടുണ്ട്. പല പദ്ധതിയുടെ അപേക്ഷകളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകളാണ് ആരംഭിച്ചിട്ടുള്ളത്. മിക്കവാറും പദ്ധതിയിലൂടെ മുൻഗണനാ റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. നിലവിൽ ഈ മാസം 17-ാം തീയതി വരെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പഞ്ചായത്തിലൂടെയൊക്കെയുള്ള ഇത്തരം പദ്ധതികളിലൂടെ സഹായം ലഭിക്കുന്നതിന് മുൻഗണനാ റേഷൻ കാർഡ്
വലിയ ഉപകാരമാണ്. അതുകൊണ്ട് തന്നെ അർഹതയുള്ള ആളുകൾ, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നിലവിൽ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ആളുകൾ ഈ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയും അപേക്ഷ സമർപ്പിക്കുക. ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും അപേക്ഷ നൽകാം. അങ്ങനെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ മുൻഗണനാ റേഷൻ കാർഡ് വേഗത്തിൽ ലഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.